വിണ്ണിൻ വാതിൽ ചായ്ച്ചെന്നുള്ളിൽ വാണിടും ഈശോയേ, വാണിടും ഈശോയേ. വിണ്ണിൻ വാതിൽ ചായ്ച്ചെന്നുള്ളിൽ വാണിടും ഈശോയേ, വാണിടും ഈശോയേ. ഈശോ നിന്നെ കാണുമ്പോൾ നെഞ്ചിനുള്ളിൽ പൂവിടുന്ന മോഹം, നിന്നമ്മ മേരി നെയ്തെടുത്ത തങ്കവർണ്ണ ചേലൊത്ത കുപ്പായം, ആ കുർബാന കുപ്പായം, കുർബാന കുപ്പായം. അനുഗ്രഹത്തിന്റെ അൾത്താരയിൽ നിന്നും പൗരോഹിത്യത്തിന്റെ മായാത്ത മുദ്രയാൽ അഭിഷേകം ചെയ്യപ്പെട്ട പുരോഹിത, നീ ഉന്നതനാണ്, ദൈവത്തിന്റെ സ്വപ്നവും മാലാഖമാരുടെ വിസ്മയപാത്രവുമാണ്. ദൈവകൃപയുടെ മഹാത്ഭുതങ്ങളെ നന്ദിയുടെ സൂനങ്ങളായി അർപ്പിച്ച് സമർപ്പണത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കി രജത ജൂബിലി നിറവിലായിരിക്കുന്ന റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ കൈപ്പംപ്ലാക്കൽ അർപ്പണവീതിയിൽ 25 സംവത്സരങ്ങൾ പിന്നിട്ട് ദൈവകരുണയുടെ നേർസാക്ഷ്യമായി തീർന്ന ഈ ജീവിതം ഇന്നും അനേകരിലേക്ക് ഒഴുകിയിറങ്ങുന്നു. സുവിശേഷത്തിലെ ക്രിസ്തുഭാവങ്ങളെ ജീവിതത്തിൽ സമന്വയിപ്പിച്ച് സ്നേഹം സമർപ്പണമാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട സിബിയച്ചൻ, അടുത്തറിയും തോറും ആർദ്രതയേറുന്ന വ്യക്തിബന്ധങ്ങൾക്കുടമ, ക്രിസ്തു ശിഷ്യന്റെ ജീവിത ലാളിത്യവും കരുണാദ്രതയും കൈമുതലാക്കി പ്രസന്നമായ ഇടപെടലുകളിലൂടെ സൗഹൃദപൂർണമായ സംഭാഷണ രീതിയിലൂടെ എല്ലാവരിലേക്കും കടന്നു ചെല്ലുന്ന സെബാസ്റ്റ്യനച്ചൻ, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ അർപ്പണബോധത്തോടെ ഇടയന്റെ കരുതലോടെ നിർവഹിക്കുന്ന വിശ്വസ്തനായ കർമ്മനിരതൻ, സഭയ്ക്ക് കരുത്തായി, സമൂഹത്തിന് ബലമായി, ദൈവജനത്തിന് തുണയായി, കുടുംബത്തിന് അനുഗ്രഹമായി തീരുന്ന ജീവിതം. നർമ്മ സംഭാഷണങ്ങളിലൂടെയും സ്വതസിദ്ധമായ ശൈലിയിലൂടെയും സ്നേഹത്തിന്റെ ഇഴയടപ്പമാർന്ന ബന്ധങ്ങൾ കൊണ്ട് ഹൃദയങ്ങൾ നേടിയ മനുഷ്യസ്നേഹി, അപരനെ വലിയവനായി കണ്ട് കരുതലിന്റെ തണലേകി ജീവിതവീതിയിൽ കൈത്താങ്ങായി പ്രാർത്ഥനയുടെ പിൻബലമേകുന്ന ആടുകളുടെ ഗന്ധമറിയുന്ന നല്ല ഇടയൻ, സർവചരാചരങ്ങളെയും നെഞ്ചോട് ചേർത്ത് വെച്ച് കരുണയുടെ കുന്തിരിക്ക പുകയാകുന്ന അൾത്താരി ആത്മബലി അർപ്പിക്കുന്ന പുരോഹിതൻ, ദീർഘവീക്ഷണവും നേതൃത്വപാഠവും ഈ ജീവിതത്തിന് ഏറെ മിഴിവേകും. കൈപ്പൻപ്ലാക്കൽ ചാക്കോ അന്നമ്മ ദമ്പതികളുടെ 7 മക്കളിൽ 6-മനായി 1973 ഒക്ടോബർ 3-നായിരുന്നു സിബിയച്ചന്റെ ജനനം. ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ച സ്നേഹനിധികളായ മാതാപിതാക്കളുടെ ശിക്ഷണവും കരുതലും സിബിയച്ചന്റെ ഹൃദയത്തിൽ ദൈവവിളിയുടെ വിത്തുകൾ വധിച്ചു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സിബിയച്ചൻ പൗരോഹിത്യ ജൂബിലി ആഘോഷിക്കുന്ന ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കൈപ്പംപ്ലാക്കലച്ചനെ ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ, അച്ഛൻ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലഘട്ടം ഒരു ഫ്ലാഷ് ബാക്ക് പോലെ എന്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ക്ലാസ് മുറിയിൽ നീല നിക്കറും വെള്ള ഷർട്ടുമിട്ട് ഒരു പുഞ്ചിരിയുമായി ഇരിക്കുന്ന സെബാസ്റ്റ്യൻ എന്ന കുട്ടി വളരെ ലാളിത്യമുള്ള കുട്ടിയായിരുന്നു. അധ്യാപകരെ വളരെയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. നല്ല ഉത്തരവാദിത്വബോധമുള്ള ഒരു ക്ലാസ് ലീഡറായിരുന്നു. ഞങ്ങൾ അധ്യാപകർക്കെല്ലാം വളരെ പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു. പഠനത്തിൽ നല്ല മിടുമിടുക്കനായിരുന്നു. ഒപ്പം നല്ലൊരു കുസൃതിക്കുട്ടനും.
അച്ഛനെ മാത്രമല്ല അച്ഛന്റെ വീട്ടിലെ പല കുട്ടികളെയും പഠിപ്പിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അച്ഛന്റെ മാതാപിതാക്കൾ കുട്ടികളുടെ പഠനകാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരുന്നു. അച്ഛന്റെ പിതാവ് ഇടവേളകളിലെല്ലാം സ്കൂളിലെത്തുകയും പഠന കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുമായിരുന്നു. നല്ല ഉറച്ച ക്രിസ്തീയ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ദൈവാശ്രയ ബോധത്തിലുമാണ് മാതാപിതാക്കൾ മക്കളെ വളർത്തിയിരുന്നത്. അതിന്റെ ഫലമാണ് അവരുടെ 2 മക്കൾ ഇന്ന് വൈദികരായി തീർന്നത്. ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനും ബഹുമാനപ്പെട്ട സിബിച്ചൻ അച്ഛനും. അച്ഛൻ ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ചതും അച്ഛനിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചതും ഞാൻ ഇന്നും വളരെ നന്നായി ഓർമ്മിക്കുന്നു. സഹോദരൻ ഫാദർ ജേക്കബ് കൈപ്പംപ്ലാക്കലിന്റെയും മാതൃ സഹോദരൻ ഫാദർ സുശീൽ IMSന്റെയും പാത പിന്തുടർന്നു പുരോഹിതനാകാനുള്ള തന്റെ വിളി തിരിച്ചറിഞ്ഞ് 1989 ജൂൺ മാസത്തിൽ പൊടിമറ്റം മേരിമാത മൈനർ സെമിനാരിയിൽ ചേർന്നു. സിബിച്ചൻ കൈപ്പംപ്ലാക്കൽ 1989 ജൂൺ മാസം നമ്മുടെ രൂപത മൈനർ സെമിനാരിയിൽ ചേർന്ന് ബ്രദർ സെബാസ്റ്റ്യൻ കൈപ്പംപ്ലാക്കലായി രൂപാന്തരപ്പെട്ടു. ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ആ രൂപാന്തരപ്പെടലിൻ്റെ ട്രാൻസ്ഫോർമേഷൻ്റെ പല തലങ്ങൾ കടന്ന് ഇപ്പോൾ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന റവറൻഡ് ഫാദർ സെബാസ്റ്റ്യൻ കൈപ്പംപ്ലാക്കൽ ആയിരിക്കുന്ന അവസ്ഥയാണ്. അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് പഠനത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ സമാപന സമയവുമാണ്. ഇപ്പോൾ മൈനർ സെമിനാരിയിൽ അന്ന് വന്ന കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മനസ്സിൽ അദ്ദേഹത്തെക്കുറിച്ച് തോന്നിയ ഒരു ചിന്ത, ഈശോ നത്താനിയലിനെ കണ്ടപ്പോൾ പറഞ്ഞ ഇതാ നിഷ്കളങ്കനായ ഒരു ഇസ്രായേൽക്കാരൻ. തുടർന്ന് പഠനത്തിന്റെയും പരിശീലനത്തിന്റെയും സുദീർഘമായ നാളും ഒടുവിൽ വടവാതൂർ സെമിനാരിയിൽ നിന്ന് ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി. 10 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം സെമിനാരിയിൽ പഠിക്കുവാനായിട്ട് സാധിച്ചത് വലിയൊരു സന്തോഷവും ദൈവാനുഗ്രഹവുമായിട്ട് ഞാൻ കരുതുകയാണ്. സിബിച്ചൻ നല്ല ഒരു സുഹൃത്താണ്. എല്ലാവരെയും കൂടെ നിർത്തുവാനായിട്ടും കൂടെ നടക്കുവാനായിട്ടും സാധിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ ഫലിതപ്രിയനായിട്ട് സംസാരിക്കുന്നവർക്കൊക്കെ ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് സിബിച്ചൻ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരു ആത്മാർത്ഥ സുഹൃത്ത്, സൗഹൃദം എന്നും കാത്തു സൂക്ഷിക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തി, അതാണ് സിബിച്ചനിൽ പലപ്പോഴും കാണുവാനായിട്ട് ഇടയായിത്തീർന്നൊരു കാര്യം. സെമിനാരി പഠനകാലത്ത് കലാകായിക രംഗങ്ങളിൽ സിബിച്ചൻ ഒരു അതുല്യ പ്രതിഭയായിരുന്നു. പാട്ട് അല്ലെങ്കിൽ കവിതകൾ ഒക്കെ ആലപിക്കുവാൻ വടവാത സെമിനാരിയിലെ തന്നെ കൊയർ മാസ്റ്റർ എന്ന നിലയിൽ സിബിച്ചൻ കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് തന്നെ ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു സന്തോഷം നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുപോലെ സെമിനാരിയിലെ പല കലാരംഗങ്ങളിലും നാടകം അഭിനയിക്കുന്നതിനും പ്രസംഗങ്ങൾ പറയുന്നതിലും എല്ലാം സിബിച്ചൻ്റെ അതുല്യമായ പ്രതിഭ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സിബിച്ചനെ സംബന്ധിച്ചിടത്തോളം കളി അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു ഘടകമാണ്. നല്ല ഒരു വോളിബോൾ പ്ലെയർ, അതുപോലെ ഷട്ടിൽ കളിക്കാരൻ, ബാസ്ക്കറ്റ് ബോൾ കളിക്കാരൻ, ഇങ്ങനെ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു ശൈലിയാണ് സിബിച്ചന് ഉണ്ടായിരുന്നത്. പൗരോഹിത്യത്തിൻ്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്ന ഈ അവസരത്തിൽ സിബിച്ചൻ എല്ലാ മംഗളങ്ങളും നേരുകയാണ്. ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ മഹാജൂബിലി വർഷമായ 2000 ആണ്ടിന്റെ ജനുവരി 5 കർത്താവിന്റെ ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ
പൗരോഹിത്യത്തിന് മായാത്ത മുദ്രയാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിക്സ് കത്തീഡ്രൽ വെച്ച് അന്നത്തെ കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷനായിരുന്നു ദിവംഗതനായ മാർ മാത്യു വട്ടക്കുഴി പിതാവിൽ നിന്നും ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച് അച്ഛൻ പ്രഥമ ദിവ്യബലി അർപ്പിച്ചു. അടക്കര ദേവാലയത്തിലെ സഹവികാരിയായി സിബിയച്ചൻ തന്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിച്ചു. തുടർന്ന് ആനിക്കാട്, കപ്പാട് എന്നീ ഇടവകകളിൽ അസിസ്റ്റന്റ് വികാരിയായി തന്റെ അജപാലന ശുശ്രൂഷ നിർവഹിച്ചു. സഹവികാരിയിൽ നിന്നും വികാരിയായി ഉയർത്തപ്പെട്ടപ്പോൾ ഇടമൺ, പ്ലാച്ചേരി എന്നീ 2 ഇടവകകളുടെ ചുമതല ഒരേ സമയം അച്ഛനെ തേടിയെത്തി. ഈ 2 ഇടവകകളിലും പള്ളിയും, ഇടമണ്ണിൽ പള്ളിമുറിയും കുരിശടിയും, പ്ലാച്ചേരിയിൽ ഒരു പാരിഷ് ഹാൾ പണിയുവാനും അദ്ദേഹത്തെ ദൈവം ഒരു ഉപകരണമാക്കി. ഞാൻ SBHനെ കുറിച്ച് പറയുമ്പോഴേ എനിക്ക് SBHനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഒരു ദിവസവും ഒരാഴ്ച ഒരു മാസവും പറഞ്ഞാൽ തീരാത്തോടുള്ള കാര്യങ്ങളാണുള്ളത്. SBHനെ 2010 ഫെബ്രുവരി 14 ഇടവണ്ണ പള്ളി ചാർജ് എടുത്ത് വികാരിയായിട്ട്, കപ്പാട് പള്ളിയിലെ അസിസ്റ്റന്റ് വികാരിയായിട്ട്, അവിടെ ഇടവണ്ണ പള്ളി വികാരിയായിട്ട് ചാർജ് എടുത്തു. അച്ഛനോട് വരുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇടവക്കാരെല്ലാം പല തട്ടിൽ നിൽക്കുന്നൊരു പല ഗ്രൂപ്പിലായിരുന്നു. അച്ഛനോട് എല്ലാവരെയും വീടുകളിൽ പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി, എല്ലാവരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കി, എല്ലാവരെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് പുള്ളി പള്ളിയുടെ ശോചനീയാവസ്ഥയെല്ലാം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി. പള്ളി പൊളിച്ച് പണിയണമെന്നും പള്ളിമുറി പണിയണമെന്നും ഒക്കെ പുള്ളിയുടെ മനസ്സിലുണ്ടായ ഒരു ആഗ്രഹമാണ്. അതിനായിട്ട് പുള്ളിയെ രൂപതയിൽ നിന്ന് കിട്ടതല്ലെങ്കിൽ ഇവിടെ വന്ന പുള്ളി അതിനായിട്ടത് ശ്രമിക്കുകയായിരുന്നു. അത് 100% ഫലം കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരെയും ആദ്യം ഇടവക്കാരെ മുഴുവൻ പുള്ളി ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു. സർവ്വ ഭിന്നിപ്പ് എല്ലാവരുടെയും മാറ്റി എല്ലാവരും ഒരേ മനസ്സോടെ, ഏക മനസ്സോടെ അച്ഛൻ്റെ അഭിപ്രായത്തിൽ യോജിച്ച് അച്ഛന് ഫുൾ സപ്പോർട്ടായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. പള്ളി പൊളിച്ചു, പള്ളിമുറി പൊളിച്ചു, പ്ലാച്ചേരി പള്ളി പൊളിച്ചു. അത് എന്താണെന്നറിയത്തില്ല, എന്തോ ധൈര്യം എവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. അതുപോലൊരു പുള്ളി അതുപോലെ തന്നെ കഷ്ടപ്പെടുകയാണ്. മണ്ണിറക്കാനും സിമന്റ് വന്ന് ലോഡിറക്കാനും കല്ല് പൊട്ടിച്ച് പറക്കി മാറ്റാനും എന്ന് വേണ്ട. രാവിലെ കുർബാന കഴിഞ്ഞാൽ ഉടനെ ഒരു ഡ്രസ്സും മാറി ഒരു ചാക്കും തലയിലിട്ടുണ്ടാകും ഇറങ്ങും. തുടർന്ന് കാഞ്ഞിരപ്പള്ളി രൂപത യുവജന പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറായി. ബഹുമാനപ്പെട്ട കൈപ്പമലാക്ലച്ചൻ യുവദീപ്തി ഡയറക്ടറായിരുന്ന കാലഘട്ടത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത യുവദീപ്തിയുടെ സുവർണ കാലഘട്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. യുവജനങ്ങളെ ഏറെ സ്നേഹിക്കുകയും യുവജനങ്ങളാണ് സഭയുടെ കരുത്തും ശക്തിയുമെന്ന് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്ന അച്ഛൻ യുവജനങ്ങളെ സഭയോടും സമൂഹത്തോടും ചേർത്ത് പിടിച്ചു നിർത്തുന്നതിൽ നിതാന്ത ജാഗ്രത പുലർത്തിയിരുന്നു. അച്ഛൻ യുവദീപ്തി ഡയറക്ടറായിരുന്ന കാലഘട്ടത്തിലാണ് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ എല്ലാ ഇടവകകളിലും യുവജന കൂട്ടായ്മകൾ സ്ഥാപിക്കുകയും യൂണിറ്റുകൾ സ്ഥാപിക്കുകയും ചെയ്തത്. എല്ലാ ആഴ്ചകളിലും തന്നെ നൈറ്റ് വിജിൽ പ്രോഗ്രാമുകൾ, യുവജനങ്ങൾക്ക് വേണ്ടി പരിശീലന പരിപാടികൾ, ലഹരി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ തുടങ്ങിയ സാമൂഹിക പ്രതിബദ്ധതയും ആത്മീയ ജീവിതത്തെ വളർത്തുന്ന തരത്തിലുള്ള നിരവധി കർമ്മ പദ്ധതികളുമാണ് അച്ഛൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ദൈവവിളി പ്രോത്സാഹനത്തിനു വേണ്ടി അച്ഛൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. സഭയെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു നലം തികഞ്ഞ സഭാസ്നേഹിയായിരുന്നു ബഹുമാനപ്പെട്ട കൈപ്പമലാക്ലച്ചൻ. അതോടൊപ്പം നമുക്കറിയാം, SMIM സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട കൈപ്പമലാക്ലച്ചൻ. സ്ഥാപക ഡയറക്ടർ തന്നെയാണ്. അച്ഛൻ്റെ ചിന്തയിലും അച്ഛൻ്റെ ദീർഘവീക്ഷണത്തിൽ രൂപം കൊണ്ടതാണ് SMIM എന്ന സംഘടന. അത് ഇന്ന് പടർന്ന് പന്തലിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യുവജനങ്ങളുടെ സിറോ മലബാർ സഭയിൽപ്പെട്ട യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മയായി അത് വളർന്ന് പന്തലിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ബഹുമാനപ്പെട്ട കൈപ്പമലാക്ലച്ചൻ്റെ സ്നേഹവും കരലാളനയും പരിപാലനയും അതിലുണ്ട് എന്നതിൽ യാതൊരു തർക്കവും വേണ്ട. ദർശകൻ മാഗസിന്റെ എഡിറ്ററായും ഏറെ സുഗ്രഹമായ സേവനമനുഷ്ഠിച്ചു. കൃത്യതയാർന്ന പ്രവർത്തനങ്ങൾ കൊണ്ടും വ്യക്തതയാർന്ന വാക്കുകൾ കൊണ്ടും ഹൃദ്യമായ ഇടപെടലുകളിലൂടെ വ്യത്യസ്തനായി തീർന്ന വ്യക്തിത്വമാണ് സെബാസ്റ്റ്യൻ കൈപ്പമലാക്ലച്ചൻ. അതുകൊണ്ട് തന്നെ
അദ്ദേഹത്തിന്റെ കഴിവിനുള്ള അംഗീകാരമെന്നോണം സീറോ മലബാർ യുവജന പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാകാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തെ തേടിയെത്തി. 2014 SMIM രൂപീകരിച്ചപ്പോൾ അതിന്റെ ഡയറക്ടറായും 2015 മുതൽ 2017 വരെ സീറോ മലബാർ യൂത്ത് കമ്മീഷൻ സെക്രട്ടറിയായും ഗ്ലോബൽ ഡയറക്ടറായും അദ്ദേഹം സുദീർഘമായി സേവനമനുഷ്ഠിച്ചു. 2017 CBHN ഉപരിപഠനത്തിനായി സ്പെയിനിലേക്ക് യാത്രയായി. എക്ലേസിയോളജിയിൽ ഡോക്ടറേറ്റ് നേടുന്നതിനുള്ള ഒരുക്കത്തിലാണ് അച്ഛനിപ്പോൾ. അദ്ദേഹത്തിന്റെ ജീവിതശൈലി സ്പെയിനിലും ഒരുപാട് സ്നേഹബന്ധങ്ങൾ നേടിക്കൊടുക്കുവാൻ സഹായിച്ചു. Hello, Father Sebastian. Congratulations on completing 25 years of your priesthood. We have been so blessed to have you with us in our life while we stayed in Madrid for the last 3 years. You have been such an instrumental part for living there. So thank you for everything you have done and touched each one of our lives. Thank you, the community and Madrid wouldn't have been possible without you. You were and are the backbone of this community. All what we did, our entire spiritual experiences, great thanks to you. And in each family who came there, you welcomed them with open hearts. You also farewelled us with open hearts. We cannot forget the tremendous love you've shown us. You've truly been Christ's disciple in Madrid, welcoming everybody wherever they came from, whatever status of life they came from. You didn't treat us differently. You treated us all equally. You looked after us. You celebrated our families and relatives who visited us. So thank you so much. You were the backbone of the church, OLM, Our Lady of Mercy in Madrid. We'll be always grateful that our paths crossed. We met you and we are so thankful that God sent you and enrich our experience in Madrid. Thank you, Father Sebastian, and congratulations on the 25th year of your priestly ordination. Thank you. അച്ഛന്റെ എല്ലാ ഉദ്യമങ്ങൾക്കും ദൈവാനുഗ്രഹപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സിൽവർ ജൂബിലി നിറവിലായിരിക്കുന്ന സെബാസ്റ്റ്യൻ കൈപ്പമ്പ്ലാക്കൽ അച്ഛന് ഹൃദയം നിറഞ്ഞ ജൂബിലിയുടെ മംഗളങ്ങളും പ്രാർത്ഥനകളും. കൊഴുവനാൽ ഗ്രാമത്തിൽ വേരോട്ടമുള്ള കൈപ്പമ്പ്ലാക്കൽ കുടുംബത്തിൽ മത്തായി കുര്യനും ഭാര്യ അന്നമ്മ മത്തായും മക്കളും വെള്ളാരംകുന്ന എന്ന മലയോര ഗ്രാമത്തിലേക്ക് കുടിയേറിയപ്പോൾ ഒരു മലയോളം സ്വപ്നങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. കൊടും തണുപ്പിന്റെ ദ്രോഹങ്ങൾ അസഹനീയമായപ്പോൾ ആ കുടുംബത്തിലെ മൂത്ത മകനും കുടുംബവും മലയിറങ്ങുവാൻ തീരുമാനിച്ചു. അങ്ങനെ കൈപ്പമ്പ്ലാക്കൽ ചാക്കോ മത്തായി എന്ന തങ്കപ്പനും ഭാര്യ പെണ്ണമ്മയും 7 മക്കളും മലയിറങ്ങി അച്ചായന്മാരുടെ നാടായ കാഞ്ഞിരപ്പള്ളി പുളിമാവിൽ താമസം ആരംഭിച്ചു. കയ്യിലുള്ള 5 രൂപ കൊണ്ട് ജീവിതത്തിന്റെ നിറമുള്ള സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങളുടെ ചാച്ചൻ പല തൊഴിലുകളും ചെയ്തു തുടങ്ങി. മലഞ്ചരക്ക് വ്യാപാരവും ചായക്കടയും പന്നി വളർത്തലും കാലി വളർത്തലും വിൽപ്പനയും നടത്തിയെങ്കിലും ജീവിതത്തെ കരുപിടിപ്പിച്ച് റബ്ബർ പാട്ടത്തിനെടുത്ത് വെട്ടുന്ന തൊഴിലാണ്. 9 പേരടങ്ങുന്ന കുടുംബത്തെ പോറ്റാൻ ഒറ്റയാൾ പോരാട്ടം സാധ്യമല്ലെന്ന് തോന്നിയപ്പോൾ ചാച്ചന്റെ ഭാഷയിൽ പ്രാഞ്ചാറായ മക്കളെയും കൂടെ കൂട്ടി. കഠിനാധ്വാനിയായിരുന്ന ഞങ്ങളുടെ ചാച്ചി രാവും പകലും ഭേദമെന്നെ സ്വന്തം കുടുംബത്തിന്റെയും തന്റെ ഭാര്യ കുടുംബത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി എപ്പോഴും സംലഭ്യമായിരുന്നു. പ്രാർത്ഥനയും ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയും മുടക്കം വരാതെ ദൈവത്തിൽ അടിയുറച്ച ജീവിതത്തെ മെനയുകയും അത് മക്കളിലേക്ക് പകരുകയും ചെയ്തു. കുടുംബാംഗങ്ങളുടെ ഏത് പരിപാടികളിലും കലവറയും പാചകവും കാര്യങ്ങളുടെ നീന്തരവാഹകനും മിക്കവാറും ചാച്ചനായിരുന്നു. ഒരു പ്രത്യേക നേതൃത്വ പാഠവും തന്നെ ഉണ്ടായിരുന്നു. മക്കൾക്കൊരു നല്ല ചാച്ചനായിരുന്നു. മക്കളെന്നാൽ ജീവനായിരുന്നു. സ്നേഹം പ്രകടിപ്പിക്കാൻ പിശുക്ക് കാട്ടാത്ത ആളുമായിരുന്നു. കൊച്ചുമക്കളോട് കാണിച്ചിരുന്ന സ്നേഹം വിവരിക്കാനാവുന്നതിനും അപ്പുറമായിരുന്നു. മക്കളൊക്കെ പ്രായപൂർത്തിയായിരുന്നെങ്കിലും അവർക്കെല്ലാം വഴികാട്ടിയും അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിരുന്നു. ബന്ധുക്കളുടെ ഏതാവശ്യത്തിനും ചാച്ചൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു. നാട്ടുകാർക്കും കൂട്ടുകാർക്കും ഏതാവശ്യത്തിനും സംലഭ്യനാകാൻ പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു. തമാശ പറയുന്നതിന് അനിത സാധാരണമായ കഴിവുണ്ടായിരുന്നു. അക്കരയമ്മയും പഴയ പള്ളിപ്പെരുന്നാളും ചാച്ചന്റെ ജീവശ്വാസമായിരുന്നു. അക്കരയമ്മയുടെ അനുഗ്രഹം തേടാതെ ഒരു കാര്യവും ചെയ്തിരുന്നില്ല. പെരുന്നാൾ ലേലവും കടയും ഒരു ഹരമായിരുന്നു. ലേലത്തിന്റെ ലാഭനഷ്ടങ്ങളെക്കാൾ അക്കരയമ്മയ്ക്ക് നേർച്ച സമർപ്പിക്കുന്ന വഴിയായിരുന്നു അത്. കൂടാതെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചുള്ള സന്ധ്യാപ്രാർത്ഥന നിർബന്ധ ബുദ്ധിയെ മുടക്കം വരാതെ ആചരിച്ചിരുന്നു.
അത് കുടുംബത്തിൻ്റെ ഒരു ശക്തിയായിരുന്നു. 2000 ആണ്ട് ജനുവരി 5 സിബിച്ചൻ്റെ പുത്തൻ കുർബാനയ്ക്ക് കാലേ കൂട്ടി ചാച്ചനും അമ്മയും മക്കളും ഒരുങ്ങി. അപ്പച്ചനച്ഛനെ കൂടാതെ ഒരാൾ കൂടി കുടുംബത്തിൽ വൈദികനാകുന്ന ആനന്ദത്തിലായിരുന്നു എല്ലാവരും. ജനുവരി 3 സിബിച്ചനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഈ പുത്തൻ കുർബാന കഴിഞ്ഞ് മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ദൈവം എന്തെങ്കിലും മരണക്കുറിപ്പ് ചാച്ചൻ്റെ മനസ്സിൽ അയച്ചിരുന്നോ എന്നറിയില്ല. പുത്തൻ കുർബാന കഴിഞ്ഞ് ജനുവരി 23 പടനിലം പള്ളിയിൽ സിബിച്ചൻ്റെ വിശുദ്ധ കുർബാനയിൽ ചാച്ചൻ അവസാനമായി പങ്കെടുത്തു. 24 ചിറക്കടവിനടുത്തുള്ള പുരയിടത്തിൽ കപ്പ വാട്ടാനായി ചാച്ചനും അമ്മയും മക്കളും പോയി. അർദ്ധരാത്രി വരെ കപ്പ വാട്ടി ബാക്കി ജോലിക്കാരെ ഏൽപ്പിച്ചതിന് ശേഷം ചാച്ചനും അമ്മയും റജിയും ജോസുകുട്ടിയും ഒരു മുറിയിൽ കിടന്നുറങ്ങി. വെളുപ്പിനെ കൂടെ കിടന്നവരോട് പോലും യാത്ര പറയാതെ സശബ്ദനായി നടന്ന ചാച്ചൻ നിശബ്ദനായി സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി. കുടുംബത്തിന് താങ്ങാനാവുന്നതിനും അപ്പുറമായിരുന്നു ഈ വിയോഗം. മരിച്ചിട്ട് 25 വർഷമായെങ്കിലും ചാച്ചൻ്റെ സാന്നിധ്യത്തിൻ്റെ മാധുര്യം ഇപ്പോഴും ഞങ്ങൾ കൊതിച്ചു പോകുന്നു. ഒപ്പം ജീവിക്കാൻ കുറച്ചുകൂടി നീട്ടിക്കിട്ടിയിരുന്നുവെങ്കിലെന്ന് എപ്പോഴും ആഗ്രഹിച്ചു പോകുന്നു. വാക്കുകൾ വഴിമുട്ടുകയാണ്, നിർത്തുകയാണ്. സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ചാച്ചൻ്റെ സ്നേഹം എന്നും നമ്മളോടൊപ്പം ഉണ്ടാകട്ടെ. ചാച്ചൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.